ചാമ്പ്യന്മാരായ ഭാരത് ടീമിന് നൽകാതെ ഏഷ്യാകപ്പുമായി മുങ്ങിയ പാക് മന്ത്രിയും ACC തലവനുമായ മുഹസീൻ നഖ്വി കപ്പ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് BCCI. ഇതുമായി ബന്ധപ്പെട്ട് BCCI അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് പരാതി നൽകുകയാണ്. നിഖിൽ കുമാർ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നു. നിഖിൽ, ഈ ട്രോഫിയുമായി പാകിസ്ഥാൻ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനും ഈ ട്രോഫിയുമായി ഹോട്ടലിലേക്ക് കടന്നു കളഞ്ഞു എന്നതാണ് ഇപ്പോൾ ഏഷ്യാകപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവാദം. BCCI നിലവിൽ ICCക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. പറയൂ നിഖിൽ. തീർച്ചയായും, അതായത് ഈ ഒരു പ്രസന്റേഷൻ സെറമണിയിൽ, അതായത് മത്സരത്തിന് ശേഷമുള്ള സെറമണിയിൽ അതായത് പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്നും അല്ലെങ്കിൽ ACCയുടെ പ്രസിഡന്റിൽ നിന്നും ഈ ഒരു ട്രോഫി വാങ്ങാൻ ടീം ഇന്ത്യ ഭാരതം വിസമ്മതിച്ചിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ രാവിലെ ചർച്ച ചെയ്തതാണ്, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതത്തെ അവഹേളിച്ച ഒരു മന്ത്രിയിൽ നിന്നും ട്രോഫി വാങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഭാരതം നിലപാടെടുക്കുകയായിരുന്നു. പിന്നാലെയാണ് ഈ ഒരു ട്രോഫിയുമായി പാകിസ്ഥാൻ മന്ത്രിയും ACCയുടെ പ്രസിഡന്റും കൂടിയായ നഖ്വി ഹോട്ടലിലേക്ക് പോയി എന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് വിജയിച്ച ടീമിന് നൽകാനുള്ള ട്രോഫിയുമായി പരാജയപ്പെട്ട ടീമിന്റെ അല്ലെങ്കിൽ ഫൈനലിൽ തോറ്റ ടീമിന്റെ ആ ഒരു ബോർഡിന്റെ ചെയർമാൻ, ആ രാജ്യത്തെ മന്ത്രി കൂടിയായ ഒരാൾ ഈ ട്രോഫിയുമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിനെതിരെ വലിയ വിവാദം തന്നെ ഉയരുന്നുണ്ട്. ഒപ്പം ICCക്ക് പരാതി നൽകാൻ BCCI ഒരുങ്ങുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി എന്ന് അനൗദ്യോഗികമായ ഒരു വിവരമുണ്ട്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ BCCI എന്തായാലും പരാതി നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാവിലെ തന്നെ വാർത്താ ഏജൻസി ഇക്കാര്യം BCCI സെക്രട്ടറി ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് മറ്റൊരു കാര്യം കൂടിയാണ്, അതായത് ഈ നവംബറിൽ ICCയുടെ ഒരു ആനുവൽ ബോഡി മീറ്റിംഗ് ചേരാനിരിക്കുന്നുണ്ട്. അതിൽ എന്തായാലും ഈ ഒരു നഖ്വിയെ മാറ്റണം എന്ന തരത്തിൽ വലിയ ആരോപണം ഉന്നയിക്കാൻ എന്തായാലും ഭാരതം ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത അനുസരിച്ചാണെങ്കിൽ നഖ്വിക്കെതിരെ നടപടി ആവശ്യമുണ്ട്. അതായത് അടിയന്തരമായി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് BCCI ICCയെ സമീപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ട്രോഫി, വിജയികൾക്ക് നൽകാനുള്ള ട്രോഫി, അത് പരാജയപ്പെട്ട ടീമിന്റെ ചെയർമാൻ, ആ ടീമിന്റെ ബോർഡിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു മന്ത്രി തന്നെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം തുടർച്ചയായി ഭാരതത്തെ അധിക്ഷേപിച്ച ഒരു മന്ത്രി, പാകിസ്ഥാൻ മന്ത്രി കൂടിയാണ് ഈ നഖ്വി എന്ന് പറയുന്നയാൾ. അയാൾക്കെതിരെ ഗുരുതരമായി ആരോപണങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്ത് ഉയർത്തിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്നും ഒരു കാരണവശാലും ഈ ഒരു ട്രോഫി വാങ്ങില്ല. നിഖിൽ, നമുക്കറിയാം, ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കളിക്കളത്തിൽ ഒരു മാന്യത പുലർത്താതെ എതിർ ടീമുകൾക്കെതിരെ അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന രണ്ട് ടീമുകളാണുള്ളത്. അതൊന്ന് പാകിസ്ഥാനും മറ്റൊന്ന് ബംഗ്ലാദേശുമാണ്. ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഒരു മുൻ മത്സരങ്ങൾ നമ്മൾ 3 തവണ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലെല്ലാം കളിക്കളത്തിൽ അനാവശ്യമായ പ്രകോപനം ഈ പാകിസ്ഥാൻ ടീം അംഗങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ ടീം അംഗങ്ങൾ അതിന് ശക്തമായ മറുപടി ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അനാവശ്യമായ പ്രകോപനം ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലപ്പത്തിരിക്കുന്ന പാക് മന്ത്രി കൂടി നടത്തുകയാണല്ലോ. അതായത് ഈ ഏഷ്യ കപ്പ് തുടങ്ങിയ മത്സരത്തിന് മുൻപ് മുതൽ തന്നെ ഈ പാകിസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങളുണ്ട്. പാകിസ്ഥാൻ ടീമിന്റെ ചില പരിശീലന ദൃശ്യങ്ങളിലൊക്കെ പുറത്തു. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം അല്ല, അതിനുശേഷം ഭാരത് നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ, ഈ സിന്ദൂർ പരാമർശിച്ചുകൊണ്ട് താരങ്ങളെ കൂടുതൽ അവരെ പ്രകോപിതരാക്കുക എന്നൊരു മെത്തേഡ് അവരുടെ പ്രാക്ടീസ് ഗ്രൗണ്ടിൽ, അതായത് ഭാരതത്തിനെതിരെയുള്ള അവരുടെ ആ ഒരു ഇത് കൂടുക, വൈരാഗ്യം അല്ലെങ്കിൽ അവരുടെ ഇത് കൂടുക എന്നതുകൊണ്ട് തന്നെ ഈ പരിശീലന ഗ്രൗണ്ടിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ ഈ കളിക്കളത്തിലേക്ക് ഇവർ കൊണ്ടുവരുന്നു. ഈ 6-0 എന്നുള്ള ആംഗ്യ ഭാഷ കാണിക്കുന്നു. ഒപ്പം തോക്കെടുത്ത് വെടിവെക്കുന്ന രീതിയിലുള്ള, ബാറ്റ് കൊണ്ട് തോക്കുകൊണ്ട് വെടിവെക്കുന്ന രീതിയിലുള്ള ആംഗ്യ ഭാഷ കാണിക്കുന്നു. ഒപ്പം ഈ ഒരു യുദ്ധവിമാനം ലാൻഡ് ചെയ്യുന്ന ആംഗ്യ ഭാഷയൊക്കെ കാണിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ താരങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ മത്സരത്തിൽ ഗ്രൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ആദ്യ മത്സരം മുതൽ ഉണ്ടായത്. ഇതിനെതിരെ BCCI മുൻപ് തന്നെ പരാതി നൽകിയതായിരുന്നു. ഏഷ്യൻ ക്രിക്കറ്റ് ACCക്ക് പരാതി നൽകിയതാണ്. കാരണം ഈ പാകിസ്ഥാൻ താരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ ഈ ഒരു നടപടികളൊക്കെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഒപ്പം തന്നെ BCCI പരാതിയും നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ടീം ഇന്ത്യ കൃത്യമായി മറുപടി നൽകുന്നു. ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാരിസ് റൌഫാണ് ഏറ്റവും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ ഈ ഇത്തരത്തിൽ ഈ ഒരു പ്രകോപനപരമായ നടപടികൾ തുടർന്നുകൊണ്ടിരുന്ന ഹാരിസ് റൌഫായിരുന്നു. കൃത്യമായി ഇന്നലത്തെ മത്സരത്തിൽ ഫൈനലിൽ ഹാരിസ് റൌഫിനെ ഇന്ത്യൻ ബാറ്റർമാർ തിലക് വർമ്മയും സഞ്ജുവും അടക്കമുള്ളവർ വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ച ഇന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 3.5 ഓവറിൽ 50 റൺസാണ് ഭാരതത്തിന്റെ
ബാറ്റർമാർ റൌഫിനെതിരെ അടിച്ചു കൂട്ടിയത്. ഒപ്പം റൌഫിന്റെ വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയുടെ ആ ഒരു പ്രകടനം, ജസ്പ്രീത് ബുംറയുടെ ഒരു സെലിബ്രേഷൻ, അതൊക്കെ എന്തായാലും ശ്രദ്ധേയമാണ്. ഓരോ ക്രിക്കറ്റ് ആരാധകരും അത് വളരെ സസൂക്ഷ്മം വീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. അതായത് ഓരോ മത്സരത്തിലും ഇത്തരത്തിൽ ഭാരതത്തിന്റെ താരങ്ങൾക്കെതിരെ ഈ ഒരു ഇത്തരത്തിലുള്ള ഓരോ പ്രകോപനപരമായ നടപടികൾ ഈ പാകിസ്ഥാൻ താരങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നമുക്കറിയാം, അതിന്റെ തലപ്പത്തിരിക്കുന്നത് അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ഒരു പാകിസ്ഥാൻ മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭാരതത്തിന്റെ പരാതിയിൽ കൃത്യമായ നടപടികൾ ACCയിൽ നിന്ന്, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൽ നിന്ന് ഉണ്ടായോ എന്ന കാര്യത്തിൽ നിഖിലെ, ഈ പാകിസ്ഥാൻകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലപ്പത്ത് പാകിസ്ഥാൻ മന്ത്രിയാണെങ്കിൽ ICCയുടെ തലപ്പത്ത് ജയ്ഷയാണ് ഇരിക്കുന്നത്. ഇതൊന്നും ഇവർക്ക് അറിയില്ലേ? എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു നടപടി എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിലവിൽ ഇത് ACC, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് പുറത്തേക്ക് ICCയുടെ പരിഗണനയിലേക്ക് ഈ സാധനം വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ ഭാരതം ICCയിൽ പരാതിപ്പെട്ടതോടുകൂടി, അവിടെ പരാതിയുമായി പോയ സ്ഥിതിക്ക് ഇത് ICCയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള നടപടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ, അതിന്റെ പ്രസിഡന്റിനെതിരെ അതിന്റെ ചെയർമാനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇത്തരത്തിലൊരു പദവിയിൽ ഇരിക്കുമ്പോൾ, ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന അപ്പുറത്തേക്ക് ഇതൊരു രാജ്യങ്ങളുടെ ചേർന്നൊരു കൂട്ടായ്മയാണ്. അതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ സാമാന്യ രീതിയിലുള്ള ഒരു മര്യാദ കാണിക്കണം എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് എന്തായാലും. കാരണം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പ് നടന്നപ്പോൾ ആ സമയം ACC, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലപ്പത്തിരുന്നത് ജയ്ഷാ ആയിരുന്നു. അന്ന് ശ്രീലങ്കൻ താരങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ ജയ്ഷായെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള നന്ദി പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് ശക്തമായ മഴ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മഴയത്ത് പോലും മത്സരം നടത്താൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മുതിരുന്നു. അതിന് ശ്രീലങ്കൻ താരങ്ങളുടെ അല്ലെങ്കിൽ ശ്രീലങ്കൻ ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണ, ഒപ്പം അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാരതം നൽകുന്ന പിന്തുണ, ഇതൊക്കെ വലിയ രീതിയിൽ അന്ന് ചർച്ചയായിരുന്നു. കാരണം ഈ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ക്രിക്കറ്റിൽ ഇത്രത്തോളം വളരുന്നതിന് നിർണായകമായി പങ്കുവഹിച്ചത് BCCIയും ഒപ്പം ഈ ACC അടക്കമുള്ളവരാണ്. അതിൽ അന്ന് തലപ്പത്തിരുന്നത് ഈ ജയ്ഷാ ആയിരുന്നു. അന്ന് ജയ്ഷയുടെ നിലപാട് വലിയ രീതിയിലുള്ള കയ്യടി നേടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതേ സ്ഥാനത്തിരിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായ ഈ ഒരു നഖ്വി ആയതുകൊണ്ട്, നഖ്വിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ അനുകൂല അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് എതിരായ നിലപാടുകൾ അത് വലിയ രീതിയിൽ എന്തായാലും ചർച്ചയാവുന്നുണ്ട്. ഇത് ഇവിടെ നിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു നഖ്വിയുടെ നിലപാട്, നഖ്വിയുടെ ഇത്തരത്തിലുള്ള ഈ ചെയ്തികൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ICCയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ ഒരു വലിയ നടപടി, അതിന് എന്തായാലും വലിയ രീതിയിലുള്ള സാധ്യതയാണുള്ളത്. ഗൗതം, അത് തന്നെയാണ്. ഏറ്റവും മാന്യമായ നിലയിലാണ് കഴിഞ്ഞ തവണയൊക്കെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നത്. കാരണം അന്ന് ACCയുടെ, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലപ്പത്ത് തന്നിരുന്നത് ജയ്ഷയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ICCയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്ഷയെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടത്, അദ്ദേഹം BCCIയുടെ തലപ്പത്തിരിക്കുന്ന കാലത്തൊക്കെ വിപ്ലവകരമായ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതായത് പുരുഷ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകുന്ന അതേ വേതനം തന്നെ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകണമെന്ന വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുത്ത BCCയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ജയ്ഷ എന്ന് പറയുന്നത്. കാരണം പലരും ഈ സ്ത്രീ ശാക്തീകരണത്തെപ്പറ്റി വാചകപടി മാത്രമേ ഉള്ളൂ, അതൊന്നും കാര്യമായിട്ട് നടപ്പാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത്തരം ഒരു തീരുമാനമൊക്കെ വന്നത് ജയ്ഷ BCCയുടെ ചുമതലയിൽ ഇരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ മികവ് കൊണ്ട്, അതായത് അദ്ദേഹം ഒരു സംഘാടകൻ എന്ന നിലയിൽ ഏറ്റവും മികവ് തെളിയിച്ച ഒന്നായിരുന്നു 2023 ഭാരതത്തിൽ നടന്ന ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. പ്രത്യേകിച്ച് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലാണെന്ന് വൺ ഡേ ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് നടന്നത്. അത്തരം മികച്ച സംഘാടനം ജയ്ഷയുടെ ഭാഗത്ത് നിന്നുണ്ടായതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ICCയുടെ തലപ്പത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് പാകിസ്ഥാൻ അനാവശ്യമായ പ്രകോപനങ്ങൾ കളിക്കളത്തിന് പുറത്തുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും M. നിഖിൽ കുമാറാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.